ഫിസിക്സിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വയം പ്രസാരം മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു അനാലിസിസ് ആണ്. കാരണം ഈ ഒരു സ്റ്റോക്ക് അല്ല, ഈ ഒരു കമ്പനിയെ കുറിച്ച് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറെ ഡീറ്റെയിൽസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ പണിയെടുക്കുന്ന കുറെ പേരൊക്കെ അയച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ പേരെന്ന് പറയുന്നത് യൂണിബിസ് എന്നാണ്. അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെ പോലെ തന്നെയുള്ള പല കമ്പനികളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറെ പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം പഠിച്ചിട്ട് പറയൂ എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഠിക്കുകയോ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതല്ല കഥ. നമുക്ക് ഒരു ബേസിക് ഫണ്ടമെന്റൽസ്, അതായത് ഒരു കമ്പനിയെ കുറിച്ചും അതേപോലെ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ക്യാഷ് ഫ്ലോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അത്യാവശ്യം ഒരു ധാരണയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഏത് കമ്പനിയുടെയും ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് പിടികിട്ടും. പലപ്പോഴും ഇങ്ങനെയുള്ള പല വീഡിയോകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരുടെയൊക്കെ ഒരു സെന്റിമെന്റ്സ് ഹർട്ട് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈറിച്ച് പോലത്തെ കമ്പനി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളായിട്ട് കുറെ പേരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു, ഹിൻഡൻബർഗിന്റെ ഒരു റിപ്പോർട്ട് നൻബൻ ഗ്രൂപ്പിനെ കുറിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നൻബൻ ഗ്രൂപ്പിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം 99% ഹൈറിച്ചിനെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു. പക്ഷെ പലർക്കും ആ ഒരു വീഡിയോ ഹൈറിച്ചുമായിട്ടൊന്നും കോറിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഇത് നിലനിൽക്കുന്നു. എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പൂൺ ഫീഡ് ചെയ്തു തരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മലയാളികൾ, പ്രബുദ്ധ മലയാളികളാണെന്ന് പറയുന്നവർ കുറച്ചൊക്കെ സാമാന്യ ബുദ്ധിയൊക്കെ ഉപയോഗിക്കുക, ജനറലൈസേഷനിലേക്ക് നമ്മൾ പോവുക, ഇൻപുട്സ് കിട്ടുന്ന ഉദ്ദേശിച്ച് മറ്റുള്ളത് കുറിച്ച് നമ്മളൊന്ന് അസസ് ചെയ്യാൻ നോക്കുക. സിമിലർ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സിമിലർ ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ കമ്പനിയിലേക്ക് വരാം. അപ്പോൾ ഈ കമ്പനി യൂണിബിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. വളരെ സ്ട്രേറ്റ് അവേ നമ്മൾ പോവുക. ഈ കമ്പനിയുടെ പ്രോഡക്ട്സ്, ഈ കമ്പനിയുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ആ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസമോ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ കമ്മീഷനൊക്കെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഹൗ വി പേ എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനി തന്നെ പറയുന്നുണ്ട്. കാരണം ഇത്ര മോശമില്ലാത്ത ഒരു റിട്ടേൺസ് കിട്ടുമ്പോൾ ഹൗ വി പേ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രം അവർ എക്സ്പീരിയൻസ് ആൻഡ് കോൺടാക്ട്സ് വി പ്രൊക്യൂർ ദ മെറ്റീരിയൽസ് അറ്റ് ദ മോസ്റ്റ് റീസണബിൾ പ്രൈസ് ഫ്രം ദ മാനുഫാക്ചേഴ്സ് ആൻഡ് ഇഫ് വി ഹാവ് ടു സെൽ ദ സെയിം വേ ടു എനി കസ്റ്റമേഴ്സ് we will be required to pass you wholesalers, retailers and big showrooms. By that time, the product reaches to the customers. The cost of the same would multiply. To avoid the situation, we take advantage of our unsatisfied customers, such as when we purchase the product from us after getting satisfaction. You recommend other customers, and only because of you recommend other customers, out of profit margin, we make payment a commission to you. Please മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ മണി സർക്കുലേഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെങ്കിലും മണി സർക്കുലേഷൻ മാർക്കറ്റ് അല്ല, ഈ വാങ്ങിക്കുന്ന പൈസയ്ക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് പറയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ചുരുങ്ങിയ ചിലവിൽ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കുന്നു. ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കിയത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നും കോസ്റ്റ് ചിലവഴിക്കാത്തത് കൊണ്ട് നമ്മൾ വിൽക്കുന്നു. ആ കിട്ടുന്ന ലാഭം നമ്മൾ എല്ലാവർക്കും വീതിച്ച് നൽകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കമ്പനിയുടെ എല്ലാ പ്രോഡക്ട്സിനും വില കുറവായിരിക്കും. ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നടത്തി നോക്കാം ഈ കമ്പനിയുടെ പ്രോഡക്ട്സിൻ്റെ വിലയെക്കുറിച്ച്. അപ്പം നമ്മൾ ചില സ്പെഷ്യലൈസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫേസ് ക്രീം നമ്മൾ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുണ്ടാക്കുന്ന ഫേസ് ക്രീം ഭയങ്കര നല്ല ഫേസ് ക്രീമാണ്. അതേസമയം മറ്റ് ഹിന്ദുസ്ഥാൻ യൂണിലിവറോ ലോറയിൽ പോലത്തെ വലിയ കമ്പനിയൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അതിനേക്കാളും ഈ പറഞ്ഞ പോലെ സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ താരതമ്യേന വില കൂടുമെന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ മാർക്കറ്റിൽ മൂവ്മെന്റ് ഉള്ള ചില പ്രോഡക്ട്സ് നമ്മൾ എടുത്താൽ, ഉദാഹരണമായിട്ട് മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഇവിടെ കാണാൻ നമുക്ക് 81 രൂപ, അതായത് കിലോ ഏകദേശം 400 രൂപയുടെ മുകളിൽ. അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്തിട്ട് ഇവർ കൊടുക്കുന്നത് കിലോയ്ക്ക് 400 രൂപയുടെ മുകളിലാണ്. റീറ്റെയിലേഴ്സോ സൂപ്പർ സ്റ്റോക്കിസ്റ്റോ ഡീലേഴ്സോ ആരും ഇല്ലാതെ. അപ്പോൾ ഇതേ വില തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈസ്റ്റേണിൻ്റെ സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഡീലേഴ്സും ഒരു സപ്ലൈ ചെയിനൊക്കെ മാനേജ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് റീറ്റെയിലർ വരെ ഉള്ള ഇതിൻ്റെ അകത്ത് നമുക്ക് വില നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും 250 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ അകത്ത് MRP 52 രൂപയേ ഉള്ളൂ, സെല്ലിൽ നിന്ന് 34 രൂപയ്ക്കാണ്. അപ്പോൾ MRP 52 രൂപ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വെച്ചോ, ആ വിലയ്ക്ക് വെച്ചാൽ തന്നെ ഏകദേശം 200 രൂപയുടെ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ളൂ, ഒരു 208 രൂപയോളം വരുന്നുള്ളൂ. അപ്പോൾ ഇത് 400ൻ്റെ മുകളിൽ പോകുന്നു, അതായത് ഇരട്ടി വിലക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ചുരുങ്ങിയ വിലയ്ക്ക് എടുത്തിട്ട് വിറ്റു
ഇടനിലക്കാരൊക്കെ ഒഴിവാക്കി വിൽക്കുന്നത് കൊണ്ട് കിട്ടുന്ന ലാഭമാണ് വീതിച്ച് നൽകുന്നത് എന്നുള്ളത് അവിടെ നിന്നു. ആ ഒരു വാദം അവിടെ പിന്നെ ഇല്ല. കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നു, അന്യായ വിലയ്ക്ക് വിൽക്കുന്നു, ആ വിൽക്കുന്ന വില വീതിച്ചു കൊടുക്കുന്നുള്ളതാണ് കാര്യം. 200 സാധനം 400 രൂപയ്ക്ക് വിൽക്കുന്നു, എന്നിട്ട് 100 രൂപ ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നുള്ളതാണ് സത്യം. അപ്പം എഫക്റ്റീവ്ലി 300 രൂപയ്ക്കാണ് അദ്ദേഹം 1 കിലോ മല്ലിപ്പൊടി വാങ്ങിച്ചതെന്നർത്ഥം. ഇതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും അദ്ദേഹത്തിന് പറ്റിക്കാൻ പറ്റിയാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. മറ്റുള്ളവരുടെ നഷ്ടം അദ്ദേഹത്തിന്റെ നേട്ടമായിട്ട് അദ്ദേഹം എടുക്കും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പലതും ഈ പറഞ്ഞ പോലെ ഒരു 100 രൂപ 200 രൂപയൊക്കെ വലിയ വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് അത് വീതിച്ചു കൊടുക്കുക എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നു. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പാർട്ടെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നവരുടെ പണം തന്നെയാണ് ഇതിൻ്റെ അത് സർക്കുലേറ്റ് ചെയ്യുന്നത്. മറ്റു പല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകളെ കുറിച്ചും പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഹോൾഡ് ചെയ്യുന്ന റിലയൻസ് റീറ്റെയിൽ, ഇതിന് മാർജിൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏകദേശം 22% അടുത്തേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ വളരെയധികം കുറഞ്ഞും പോയി. അതായത് 100 രൂപ വിൽക്കുന്നതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ വെറും 20-22 രൂപയാണ് മാക്സിമം റിലയൻസ് റീറ്റെയിലിന് ലഭിക്കുന്നത്. അതും ഏറ്റവും വലിയ രീതിയിൽ ഒരു ബാർഗെയിൻ ഡീലിലേക്ക് പോകുന്ന ഒരു കമ്പനിയാണെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. കോവിഡ് കാലങ്ങളിൽ ITC ഉൾപ്പെടെയുള്ള കമ്പനികളുടെ അടുത്ത് ബാർഗെയിൻ ഡീലിൽ കോസ്മെറ്റിക്സും ഫ്രൂട്ട് ജ്യൂസും വരെ വാങ്ങിച്ചവരാണ്. 73% വരെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് റിലയൻസ് റീറ്റെയിൽ വാങ്ങിച്ചു. റിലയൻസ് റീറ്റെയിലിൻ്റെ നെറ്റ്വർക്കിൽ കൂടി വിൽച്ചു ITC പ്രോഡക്ട്സ്. അപ്പോൾ ഇവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഈ ഒരു കമ്പനിയോട് അവകാശപ്പെടുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ കോൺടാക്ട്സ് ഉപയോഗിച്ച് വളരെ ചീപ്പർ റേറ്റിന് വാങ്ങിച്ചിട്ട് ആ ലാഭം നമ്മളുടെ നെറ്റ്വർക്കുള്ളവർക്ക് കൈമാറുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ അഗെയിൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം പോലെ തന്നെ വളരെയധികം കാലങ്ങളായിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് പലപ്പോഴും നഷ്ടമാണ്. നിങ്ങൾ കമ്പനി തുടങ്ങിയിട്ട് ആദ്യകാലങ്ങളിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് പുറകെ കുറേ പേര് വീണ്ടും വരും, അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ലഭിക്കും. പക്ഷേ അവസാന കാലങ്ങളിൽ ആ ഒരു ചെയിൻ്റെ അവസാനമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പെനി സ്റ്റോക്കുകളിൽ അവസാന കാലങ്ങളിൽ നിക്ഷേപിക്കുന്ന ആളുകളെ പോലെ ഉണ്ടാവും ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീമിൽ. അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള ഈ കമ്പനി തന്നെ ആവണമെന്നില്ല, ഇതേപോലെയുള്ള മോഡ് ഓഫ് ഓപ്പറേഷൻ ഉള്ള പല കമ്പനികളുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കളയാൻ പണമില്ലെങ്കിൽ അവയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. വെറുതെ കളയാനും പരീക്ഷണം നടത്താനും പണമുണ്ടെങ്കിൽ തെറ്റില്ല. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നിന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.